ഓരോ എക്സാം കഴിയുന്നതിന് മുന്നേയും നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഈ എക്സാം എൻ്റെ അവസാനത്തെ എക്സാം ആയിരിക്കും. ഈ എക്സാമിന് ഞാൻ ഉറപ്പായിട്ടും ജോലിക്ക് കയറും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ചില ടെൻഷനും പേടിയൊക്കെ കാരണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ എക്സാം ഹാളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഈ പൊട്ടിക്കുന്നതിന് മുന്നേ ഇല്ലേ, നമ്മൾ ഈ സീല് പൊട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കാതിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ചില ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ച് ആ ഒരു മൈൻഡിൽ വന്ന് നിൽക്കുകയായിരിക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഓപ്ഷൻസ് തിരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. ഇതാണോ ആൻസർ അതാണോ ആൻസർ എന്ന് തിരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പോൾ നമുക്കത് കൺഫ്യൂഷനാകും. അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കി അതിന് മുന്നേ വരുന്ന ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നേരിട്ട് ആ ക്വസ്റ്റ്യനിൽ എങ്ങനെയെങ്കിലും എത്തിയാലും മതി. അത് എന്തായിരിക്കും അതിൻ്റെ ആൻസർ, അതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ആ ക്വസ്റ്റ്യൻ വരുന്നത് വരെ നമ്മുടെ അറ്റൻഡ് ചെയ്യുന്നവരെയും നമ്മുടെ മനസ്സിൽ അത് തന്നെയായിരിക്കും ചിന്ത. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് പൊട്ടിക്കുന്നതിന് മുന്നേ അവർ പറയുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കാതിരിക്കുക. നമ്മളെല്ലാവരും ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു ഒന്നാമത്തെ ഒന്ന് ഓടിച്ച് വായിക്കുമല്ലോ, അതിൽ തന്നെ നമ്മൾ പിന്നെ മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതായത് പിന്നെ പുതിയതൊന്നും നമ്മൾ കൂടുതൽ ആ ഒന്നാമത്തെ തവണ നമ്മൾ നോക്കുമ്പോൾ തന്നെ മാക്സിമം ഇപ്പോൾ 60ഓ 70ഓ അപ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാവുന്നതാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. എന്നാൽ പോലും കൂടുതലും നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ അതിൽ ചെയ്യുക. കാര്യം ഒരു 60 70 അങ്ങനെ നമ്മൾ കൂടുതൽ ചെയ്യുക. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ടാമത്തെ ഘട്ടം നമ്മൾ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ സാധ്യത. മനസ്സിലായില്ലേ? നമ്മൾ ഒന്ന് 50 പിന്നെ നമ്മൾ എഴുതി എഴുതി നമ്മളിങ്ങനെ എണ്ണി നോക്കുമല്ലോ, നമ്മൾ എത്ര എണ്ണം ചെയ്തെന്ന്. അയ്യോ ഇപ്പോൾ ഓർക്കും ഇത്രേ ചെയ്തിട്ടുള്ളൂ, കുറച്ചുകൂടെ എനിക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു മൈൻഡ് കയറുമ്പോഴാണ്, ആ ഒരു മൈൻഡിലാണ് നമ്മൾ രണ്ടാമത്തെ തവണ നോക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ തവണ തന്നെ നമ്മൾ ആദ്യം എഴുതാൻ തുടങ്ങുമല്ലോ, ആ ഒരു ഘട്ടം തന്നെ നമ്മൾ പിന്നെ അറിയാവുന്നത് കൂടുതൽ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അതായത് രണ്ടാമത്തെ ഘട്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ആ രണ്ടാമത്തെ ഘട്ടത്തിന് നമ്മൾ ചെയ്ത് 100 വരെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയുള്ളൊരു ഘട്ടത്തിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നതും നമ്മുടെ മാർക്ക് പോകുന്നതും അപ്പോഴായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ നോക്കി ഇപ്പം നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്തത് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ നമുക്ക് ഓപ്ഷൻസ് നമ്മൾ എങ്ങനെയാന്നൊക്കെ അറിയാൻ പറ്റും. നമുക്ക് അത് എവിടെയെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും ഓപ്ഷൻസിൽ. നമ്മൾ അത് നോക്കിയിട്ട്, അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ചെയ്ത് PYQ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസും കൂടെ ചെയ്ത് നോക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രസ്താവന ചോദ്യങ്ങൾക്കൊക്കെ ഇതൊരുപാട് റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു 50-50 ചാൻസ് ഉള്ളത് നമ്മൾ മാത്രം എടുക്കുക, അല്ലാതെ ഒന്നും നമ്മൾ വിട്ടേക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും അറിയാത്തത് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു 50-50 ചാൻസ് ഉള്ളത് മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. അതിൽ കൂടുതലൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. മനസ്സിലായല്ലോ? പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും ടെൻഷൻ കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിചാരിക്കുക, അടുത്തിരിക്കുന്നയാൾ എന്തും എഴുതുക എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. നമുക്കറിയാം നമ്മൾ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കറിയാൻ വയ്യെങ്കിൽ അടുത്തിരിക്കുന്നവർക്കും അറിയാൻ വയ്യെന്ന് തന്നെ വിചാരിക്കുക. അല്ലാതെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം മനസ്സിലായല്ലോ, നമ്മൾ ഒരിക്കലും ആൻസർ ഷീറ്റ് അവർ സീല് പൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കാതിരിക്കുക. പിന്നെ എന്താണ്, ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോഴായിരിക്കും നമുക്ക് നെഗറ്റീവ് കുറവെന്ന്. എല്ലാവർക്കും നെഗറ്റീവ് വരുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ മനസ്സിലായല്ലോ, ഓപ്ഷൻസ് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ എവിടെയെങ്കിലും കാണും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മിക്കതും OMR നമ്മൾ ചെയ്യാനായിട്ട് ഈ മാത്സ് ഒക്കെ നമുക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്സ് ഒക്കെ നമ്മൾ പിന്നെ ആദ്യമേ തന്നെ നമ്മൾ പറ്റുന്നത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ മാത്സിന് ഒരുപാട് സമയം കളയരുത്, അതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഇത് എല്ലാം റെഡിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.